ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ പതുക്കെ ഇറങ്ങണേണ് ഗൈസ് കോലാപ്പൂരിൽ നിന്ന്. ഞാൻ വണ്ടിയിൽ ഹെൽമെറ്റ് ഇതൊക്കെ വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മൾ താമസിച്ച ഇന്നലെ സഹാര യാത്രാ നിവാസം എന്ന് പറയുന്ന ഈ ഒരു ലോഡ്ജാണ്. ആക്ച്വലി വളരെ കൂറ ലോഡ്ജ് ഗൈസ്, അതായത് ഭയങ്കര മോശമായ ലോഡ്ജ്. ഞാൻ പിന്നെ അവിടെ താമസിച്ചതെന്ന് പറഞ്ഞാൽ നിയറസ്റ്റ് അതാണ് കാണിച്ചത്. പിന്നെ 400 സംതിങ് എമൗണ്ടും കാണിച്ചത്. എൻ്റെ 500 രൂപ മേടിച്ച്. അവർക്ക് അത്ഭുതം 400 രൂപ ഈ ലോഡ്ജ് കാണിച്ചതാണ് Booking.in. അതിൽ കാണിച്ചുകൊണ്ടാണ് എനിക്ക് ഈ ലൊക്കേഷൻ, അല്ലാണ്ട് എനിക്ക് എങ്ങനെ അറിയാനാണ്. ഭയങ്കര മോശം സർവീസും കാര്യങ്ങളും. നെറ്റ് കണക്ഷൻ ഇല്ല, ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. മാത്രമല്ല മറ്റേ ഇന്ത്യൻ ക്ലോസറ്റും മര്യാദക്കൊന്ന് കക്കൂസ്. എനിക്കാണെങ്കിൽ വയറൊക്കെ ആകെ ഇതായിട്ട് ബാത്റൂമിൽ പോകാൻ നോക്കിയപ്പോൾ മറ്റേ കക്കൂസ് അതുപോലും ഭയങ്കര മോശം. എടി ആരാടെ ഇപ്പൊ അതിലൊക്കെ തൂർന്ന് ഈ മറ്റേ ഇതില്ലാത്ത അത്ര മോശം ഇട്ടേ. അപ്പൊ നമ്മളിപ്പോ പോകുന്നത് ഇവിടെ നിന്ന് കോലാപ്പൂരിൽ നിന്ന് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ച് നേരെ നമ്മള് പൂനെ പോവും. പൂനെന്ന് മുംബൈ ഒറ്റ സ്റ്റേജിൽ പോകാൻ പറ്റിയ പോലെ പൂനെയിൽ എവിടെയും സ്റ്റേ ചെയ്യും. പറയുമ്പോൾ എളുപ്പമാണ്, പക്ഷെ നമുക്ക് ഏകദേശം 230 കിലോമീറ്റർ. അതായത് നമ്മള് ഗോവയിൽ കോലാപ്പൂരിനേക്കാളും ഒരു 10-20 കിലോമീറ്റർ കൂടുതലുണ്ട് ഇവിടെ നിന്ന് പൂനെ വരെ. അവിടെ നിന്ന് മുംബൈക്ക് പിന്നെയും ഉണ്ട് 3-4 മണിക്കൂർ. അതായത് മൊത്തം 300 സംതിങ് കിലോമീറ്റർ. അതായത് എനിക്ക് ഓർമ്മ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ മംഗലാപുരത്ത് നിന്ന് ഗോവയിൽ വന്ന സ്ട്രെച്ച് ഉണ്ട് ഇവിടെ നിന്ന് മുംബൈക്ക് പോകുമ്പോൾ, കോലാപൂരിൽ നിന്ന് മുംബൈക്ക് പോകുമ്പോൾ. അപ്പോൾ അത് അന്ന് ഞാൻ കഷ്ടപ്പെട്ടു പോയി, അത്രയും സ്ട്രെയിൻ ചെയ്ത്. ഇപ്പോൾ പറ്റിയ മുംബൈ വരെ എത്തും. അതായത് പറ്റിയാലെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ സ്റ്റേ അടിക്കുക, എന്നിട്ട് പിന്നെ പോകുള്ളൂ മുംബൈയിലേക്ക്. പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ അറിയുമോ, നമ്മൾ എന്താ പറയുക, വലിയ വലിയ സിറ്റികളിൽ പോകുമ്പോൾ അവിടെ സ്റ്റേ വളരെ അഫോർഡബിളിന് കിട്ടും, വളരെ ഫെസിലിറ്റീസ് എല്ലാം കിട്ടും. ഫോർ എക്സാമ്പിൾ ഞാൻ ഗോവയിൽ പോയപ്പോൾ എനിക്ക് 300 രൂപക്ക് സ്റ്റേ കിട്ടി. 300 രൂപ താഴെ വന്നുള്ളൂ. അതിൽ തന്നെ അത്യാവശ്യം AC ഡോർമെട്രി ആണ്, എന്നാലും AC, വൈഫൈ, പിന്നെ പൂളടക്കമുള്ള ഫെസിലിറ്റീസ് എല്ലാം ഉള്ളൊരു സ്ഥലം. ഇവിടെ ഗ്രാമങ്ങളിലേക്ക് വരുമ്പോൾ 2000, 1500, 2000 കൊടുക്കണം, എന്നാൽ യാതൊരു ഫെസിലിറ്റീസ് ഉണ്ടാവില്ല. വളരെ മോശം ലോഡ്ജ്. ഇവിടെ ആണെങ്കിൽ മര്യാദക്കുള്ളൊരു എന്താ പറയാ, അതിന് ബെഡ് പോലും മര്യാദക്കില്ല, ഇങ്ങനെ പൊങ്ങി നടന്നു ഇരിക്കണം. ഞാൻ പിന്നെ ഒരാളെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഒരു ഫാമിലിയൊക്കെ ഇവിടെ വന്ന് താമസിക്കുന്നെങ്കിൽ അതിന്റെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. കാരണം ഒന്നില്ലെങ്കിൽ ഹസ്ബൻഡ് മുകളിൽ ഇത്രയും പൊങ്ങിയിരിക്കും, ലെവലില്ല, ഒരു ലെവല് ഇട്ടാണ് ഇരിക്കണം അവിടെ. പിന്നെ ഹോട്ട് വാട്ടർ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് റെഡൊക്കെ അവിടെ തിരിച്ചിട്ടൊന്നും ചൂടുവെള്ളമൊന്നും എനിക്ക് കിട്ടിയില്ല. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ പതുക്കെ ഇറങ്ങണേ ഇവിടുന്ന്. അപ്പൊ നമുക്ക് എന്തായാലും പതുക്കെ ഇവിടുന്ന് വിടാം. സ്കൈസ് ഇവിടെ പ്രത്യേകിച്ചൊന്നും കഴിക്കാനില്ല. ഞാൻ ഇവിടെ നിന്നൊരു വടാപ്പാവും കഴിച്ച്, പിന്നെ ഇവിടെ നിന്നൊരു എന്താ പറയാ ബദാം മിൽക്കാണ് എന്തോ സംഭവം കുടിച്ച്. മൊത്തം എനിക്ക് ഏകദേശം 50 രൂപ. ഞാൻ എന്തെങ്കിലും കാര്യമായിട്ട് കഴിക്കാന്ന് വെച്ചിട്ട് ഇവിടെ കടയില്ല. ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് അത്യാവശ്യം ഒരു ടൗണാണ് ഇവിടെ. ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ഒരു ടൗൺ ഏരിയയാണ്. അപ്പോ ഈ സാധനവും കംപ്ലൈന്റ് നമ്മുടെ ഇത് ശരിക്കും ഏകദേശം ഒടിഞ്ഞിരിക്കുന്നതാണ്. അതായത് 100 രൂപയ്ക്ക് മേടിച്ച ഇതില്ലേ, ഇത് ഏകദേശം ഒടിഞ്ഞിരിക്കുകയാണ്. ഞാൻ അതുകൊണ്ട് തന്നെ ഫോണിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഇതിങ്ങനെ തിരിയുമ്പോൾ തന്നെ അതിങ്ങനെ പെട്ടെന്ന് ഒടിയാണ്. എന്തായാലും കഴിക്കണോടെ, എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം. വടാപ്പാവ് എനിക്ക് ഇഷ്ടമല്ല സംഭവമൊന്നും. നമുക്ക് ഇവിടുത്തെ ഫുഡൊന്നും പിടിക്കത്തില്ല. ഇവിടുത്തെ മെയിൻ ഫുഡാണ് വടാപ്പാവ് എന്ന് പറയുന്നത്. ഒരുപാട് പേരൊന്നും കഴിക്കണ്ട. ബദാം മിൽക്ക് കുഴപ്പമില്ല, എനിക്ക് തീരെ ഇഷ്ടപ്പെടാറൊന്നുമില്ല. ഇവിടെ കാളവണ്ടിയൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും. നല്ല കാളവണ്ടിയാണ് ഞാൻ ഇതുവരെ കണ്ടില്ല കേട്ടോ. സോ ഗൈസ്, നമുക്ക് ഏകദേശം പൂനെ വരെ പോകണം. അത്യാവശ്യം നല്ല ദൂരമുണ്ട്. റെസ്റ്റോറൻറ്റ് അടച്ചിരിക്കണം. റെസ്റ്റോറൻറ്റുകളേ ഇല്ല, വളരെ കുറവൊന്നല്ല, ഇല്ല, കാണുന്നില്ല. കണ്ടാലേ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പറ്റുള്ളൂ. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. മണി ഇപ്പം ഏകദേശം 4 മണിയായി. അതായത് ഞാൻ അവിടെ രാത്രി കിടന്ന് 10-11 മണിയായപ്പോൾ എഴുന്നേച്ചു. പിന്നെ കുറേ വീഡിയോ എഡിറ്റ് ചെയ്യലും പിന്നെ ബെഡ് ചെയ്താനടപ്പം കുറേ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ആയിരുന്നു പരിപാടി. ശരിക്കും ആ സമയത്ത് ഇറങ്ങായിരുന്നു. എനിക്ക് വേണ്ടി ഒരു 12-12 ഇറങ്ങായിരുന്നു. പക്ഷെ വീഡിയോ കുറച്ച് അപ്ലോഡ് ചെയ്യാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, നെറ്റില്ല. അപ്പം മൊബൈൽ ഡാറ്റ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ 50 രൂപ അൺലിമിറ്റഡ് ഡാറ്റ അങ്ങനെ കണ്ടുണ്ട് ജിയോയില്. 25 GB കൊണ്ട് കിട്ടുമല്ലേ. അപ്പം അത് ഞാൻ റീചാർജ് ചെയ്ത് അത് അത്യാവശ്യം കിട്ടിയായിരുന്നു ഡാറ്റ.
കോലാപ്പൂർ, കോലാപ്പുരി, കോലാപ്പൂർ ഇവിടേക്ക് ഉണ്ട് കേട്ടോ. പൂനെ എത്തിയിട്ട് അവിടെ നിന്ന് മുംബൈ പോണ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ മറ്റേ ഹൈദർക്ക പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 റൂട്ട് ഉണ്ട്. അതിൽ തന്നെ എക്സ്പ്രസ് ഹൈവേ ഉണ്ട്. അവിടെ ബൈക്ക് പോകാൻ പറ്റില്ല, മറ്റേ വഴി പിടിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അതിന് അത്രയും വരെ എത്തണം. പൂനെ എത്തി അവിടെ നിന്ന് മുംബൈ പോകണ കാര്യം പറഞ്ഞു. നമ്മൾ ഈ ഒരു ലെവലിൽ പൂനെ എത്താൻ തന്നെ ഒരു 11-11:30 ടൈമാവും. ഇപ്പോൾ 8:30 സോറി 9 മണിയാണ് ഇപ്പോഴത്തെ ഒരു ഇത് കാണിക്കണം പൂനെ എത്തുന്ന ടൈം. പിന്നെ നമ്മളെ പോക്കിനനുസരിച്ചിരിക്കും. ഇപ്പം ഇത്തിരി സ്പീഡിൽ പോവുക, അല്ലെങ്കിൽ കുറേ സ്ഥലത്തൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടൈം ഡിലേ ഉണ്ടാവും. അപ്പം എന്തൊക്കെ വന്നാലും 10-11 മണിയാവും. ചിലപ്പോൾ മാത്രം അവിടെ നിന്ന് മുംബൈ പിടിക്കൂലേ. കാരണം പറ്റത്തില്ല, സ്ട്രെസ് ഔട്ടായി പോകും, അത് ടയേർഡായി പോകും, ഭയങ്കര പെയിനൊക്കെ ഉണ്ടാവും. കാരണം ഞാൻ ഗോവ വന്നപ്പോൾ തന്നെ അനുഭവിച്ചാണ്. അത്ര ബുദ്ധിമുട്ടായിരുന്നു ആ റൈഡ് എന്ന് പറയുന്നത്. ആദ്യമൊക്കെ ഒരു ഫണ്ണായിട്ട് മംഗലാപുരത്തൊക്കെ സിനിമയെ കണ്ടിറങ്ങിയെങ്കിലും പതിയെ ഒരു ടൈം കഴിഞ്ഞപ്പോൾ പിന്നെ എത്തണല്ലോ എന്നായിപ്പോയി. കാരണം രാത്രി 4 മണി ആ ടൈമിലാണ് നമ്മൾ എത്തിയത്. അത്രയും ടൈമായി. അത് നിർത്തി കുറച്ചധികം നിർത്തുകയും ചെയ്തു. പിന്നെ അധികം സ്പീഡ് നിർത്തിയിട്ടുണ്ട്. സ്പീഡ് എടുക്കേണ്ട സ്ഥലത്ത് വരും. പിന്നെ ഹമ്പുകളുണ്ട്. രാത്രി ആയതുകൊണ്ട് ലൈറ്റിന്റെ കാഴ്ചകളൊക്കെ കുറവാണ്. അതായത് ലൈറ്റിന്റെ ആ ഒരു ഇന്റൻസിറ്റി കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര പതിക്കാൻ വന്നതാണ്. പ്രത്യേകിച്ച് ഹമ്പുകൾ കാണുമ്പോൾ ഒന്നും കാണത്തില്ല. ഇപ്പോ ഏകദേശം കോലാപ്പൂർ എത്തി. അതായത് ഏകദേശം ഇന്ത്യയുടെ ഒരു പകുതിയോടെ എത്തി. ഇപ്പൊ മുംബൈയൊക്കെ എത്തിക്കാൻ നോർത്തേൺ സൈഡ് എത്തി. മുംബൈയൊക്കെ എത്തണമെങ്കിൽ നോർത്തേൺ സൈഡ് എത്തി. പിന്നെ അവിടെ നിന്ന് രാജസ്ഥാൻ, അങ്ങനത്തെ കുറച്ച് രാജസ്ഥാൻ, അതേപോലെ പഞ്ചാബ്. എനിക്ക് ഇവിടെ പോകണമെന്നുണ്ടായിരുന്നു, ഗോൾഡൻ ടെമ്പിളിൽ പോകണമെന്നുണ്ട്. പോകാൻ പറ്റും. ഈ രീതിക്ക് ആ റൂട്ട് പിടിച്ച് പോയാൽ മതി, കറക്റ്റായിട്ട് നമ്മൾ എത്തിക്കോളും. ഗോൾഡൻ ടെമ്പിളിൽ എത്താന്നുണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം. അവിടെ എല്ലാവരും പോകുന്നുണ്ട്, മിക്കവരും പോകുന്നുണ്ട് അങ്ങോട്ടേക്ക്. അപ്പൊ എന്തായാലും നമുക്ക് പോകുന്നു. ഒരു കരിമീൻ ജ്യൂസ് കുടിക്കാൻ ഇവിടുന്ന് 2 കുടിച്ചോളെ. 30 രൂപക്ക് 2 ഗ്ലാസ് കരിമീൻ ജ്യൂസ് കുടിച്ചോളൂ. ഷാറിറ്റ് പോലെ. മാത്രമല്ല നമ്മൾ വണ്ടി എത്താൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടക്കെന്ന് പറഞ്ഞ സൗണ്ട് ഞാൻ കേട്ടായിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കിൽ നിന്ന്. അപ്പോഴേ മനസ്സിലായി എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. നിർത്തിയപ്പോഴാണ് മറ്റേ ഇത് പൊട്ടി, അതായത് ബാഗ് കെട്ടി വെച്ചാൽ വള്ളി പൊട്ടി. ഞാൻ പിന്നെ ഒന്നുകൂടി ആ പൊട്ടിയ വള്ളി തന്നെ രണ്ടാമത് നന്നായിട്ടൊന്ന് കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ പൊട്ടാനൊരു ചാൻസും ഇല്ല. ഞാൻ ഇത്തിരി മുറുക്കാണ് കെട്ടിയ ആ പൊട്ടിയത് നിന്നു. രണ്ടാമത് ഞാൻ ഒന്നുകൂടി ആ പൊട്ടിയ ഭാഗം വെച്ചിട്ട് നല്ല രീതിക്ക് മുറുക്കി കെട്ടിയിട്ടുണ്ട്. നമുക്ക് പതുക്കെ പോവാം. പതുക്കെന്നല്ല, പെട്ടെന്ന് പോകണം. കാരണം പതുക്കെ ആയിട്ടാണ്. സത്യം പറഞ്ഞാൽ ഇന്നലെ കോലാപ്പൂരെത്തി വേറൊരു വീഡിയോ ഉണ്ടായിരുന്നു, അതെനിക്ക് പോസ്റ്റ് ചെയ്തില്ല. പിന്നെ അതായത് ഞാൻ കോലാപ്പൂരിൽ അവിടെ 2 ധാബയിലും ഒരു പെട്രോൾ പമ്പിൽ ഞാൻ ചോദിച്ചായിരുന്നു. 2 ധാബയിലും ചോദിച്ചായിരുന്നു സ്റ്റേ. അപ്പോൾ അതിൽ ഒരു പെട്രോൾ പമ്പ് വരാൻ പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറ്റില്ല എന്ന് പറഞ്ഞു. ധാബയിലെ ആള് പറഞ്ഞതെന്ന് പറഞ്ഞു, നിങ്ങളിവിടെ താമസിച്ചോ, നിങ്ങളുടെ സാധനങ്ങളൊക്കെ ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഉത്തരവാദികളല്ല, ആ രീതിക്കാണ് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനത് എനിക്ക് പേടിയായത്, എനിക്കപ്പോൾ ധൈര്യം ഉണ്ടായില്ല ഇതാക്കാനായിട്ട്. അപ്പോൾ ഞാൻ പിന്നെ നോക്കി Booking.in അവിടെ ഇരുന്ന് നോക്കി അപ്പം എനിക്ക് കിട്ടിയൊരു റൂമാണ് ഞാൻ നേരത്തെ പറഞ്ഞ 400-500 രൂപയുടെ ആയത്. ഒരു കൂറ സെറ്റപ്പ്. ഇനി വേറെ വഴിയില്ല, കാരണം അടുത്തൊന്നും വേറെ റൂമില്ലെന്ന് പറയുമ്പോൾ ഉണ്ട് കേട്ടോ. 2000 രൂപയൊക്കെ റൂമുണ്ട്, തൊട്ടടുത്ത് ലോഡ്ജുണ്ട്. പക്ഷെ അത് എടുത്തിട്ട് എന്ത് ചെയ്യാൻ, ഞാൻ ഒരാളേ ഉള്ളൂ. ഒരു റൂം ഫുള്ള് എടുത്തിട്ട് എനിക്ക് അതിന് മാത്രം റൂം മൊത്തം വേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കൊരു കിടക്കാനൊരു ഇടം കിട്ടിയാൽ മതി. അപ്പോൾ ലോഡ്ജെല്ലാം ഉള്ള 2000 ഒക്കെയാണ്. എല്ലാ സ്ഥലത്തും 2000, പിന്നെ ഒരു സ്ഥലത്ത് 1500 രൂപ ഉണ്ടായിരുന്നു. അത് ഉണ്ടായിരുന്നു പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് ഞാൻ ചിലപ്പോൾ അവിടെ പോയേനെ. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ഒരു 10 കിലോമീറ്ററിലായിരുന്നു ഇപ്പോൾ കാണിച്ചേക്കണ ഒരു ഇതുണ്ടായിരുന്നത്. അതായത് കോലാപ്പൂരിൻ്റെ അകത്ത്. ഞാൻ നേരെ ഹൈവേയിലായിരുന്നു നിന്ന്. കോലാപ്പൂർ എത്തി ഒരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസിലായിരുന്നു.
അപ്പൊ ഞാൻ വിചാരിച്ച കൊല്ലാപ്പൂർ അതിന്റെ ഉള്ളിൽ തന്നെ പോയിട്ട് സ്റ്റേ ചെയ്യാന്ന് വെച്ചിട്ടാണ് അവിടെ പോയി ചെയ്തത്. ഗൂഗിൾ എന്താ പറയുന്നത് ബുക്കിംഗ് ഡോട്ടിലൊക്കെ മഹാമോശം റിവ്യൂ തന്നെയാണ് ഇതിൻ്റെ അകത്ത് കിടക്കണം. പിന്നെ അവർക്ക് തന്നെ അത്ഭുതം, അതായത് ബുക്കിംഗ് ഡോട്ടിൻ്റെ 400 രൂപക്കാണ് കിടക്കണമെന്ന് പറഞ്ഞിട്ട് അത്ഭുതം. പിന്നെ ഇത്രയും കൂറ സ്ഥലത്ത് പിന്നെ എത്ര കൊടുക്കും? അത് ഒരു രീതിക്കൊരു ഇതും ഇല്ലെന്നേ. അതായത് ഒരു ബേസിക് ആയിട്ടൊരു പ്രോപ്പർ ടോയ്ലറ്റിൽ വേണ്ട ഒരു ഇതാണ് ക്ലോസറ്റ്. അത്യാവശ്യം നല്ല എന്താ പറയാ യൂറോപ്യൻ ക്ലോസറ്റ്, അല്ലാണ്ട് ഇതുമാതിരി ഇന്ത്യൻ ക്ലോസറ്റ് ഒക്കെ വെച്ചിട്ട് ടോയ്ലറ്റിൽ. പിന്നെ ബെഡ് അതിനും വലിയ ശോകം. ബെഡ് പൊങ്ങിന്നാന്ന് നിൽക്കണ ബെഡ്, അത് രണ്ടുപേരും കിടക്കണ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാട് പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ ക്രിക്കറ്റ് മാച്ച് വേണം നടക്കണം, അത് ഇലക്ഷൻ വേണം. ഇതൊക്കെ ആക്ച്വലി ടൗണാണ്, കോലാപ്പൂർ ആ ഒരു ടൗൺ ഏരിയ ആണ്. ഇതൊക്കെ ഒരു വല്ലാണ്ടൊരു വൃത്തിയില്ല, ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര ഒരു ബോറ്. നമ്മുടെ അവിടുത്തെ ടൗണുകൾ ഇതൊക്കെ ഇതിനേക്കാളും ഇച്ചിരി ഭംഗിയുണ്ടാവും കാണാനായിട്ടാണെങ്കിലും. പ്രത്യേകമായി ഭയങ്കര മോശം. നമ്മളവിടെ ബേക്കറീസ് അതേപോലെ തന്നെ ഇപ്പൊ ഗ്രാമങ്ങളാണെങ്കിൽ പോലും അതൊക്കെ ഇരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാൻ. ഇതെന്ന് പറഞ്ഞാൽ പക്ക ഒരു ഭയങ്കര മോശം തരും. ഇവിടെ കുറെ സ്ഥലത്ത് ഞാൻ ഈ സംഭവം കാണുന്നുണ്ട്. ഇതല്ല, കുറെ സ്ഥലത്ത് വേറെ കാലി വിറക് കൊണ്ടുപോകുന്ന ഇതുണ്ട്. മൊത്തം പാടങ്ങളാണ്. ഇതാണെന്ന് തോന്നുന്നു, ഗോതമ്പാണെന്ന് തോന്നുന്നു. ഗോതമ്പോടെന്ന് തോന്നുന്നു. ഗോതമ്പോടാണ്. എനിക്ക് എവിടെന്നേലും അത്യാവശ്യം ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ എവിടെയും നിർത്താൻ തോന്നുന്നില്ല. അങ്ങനെ പ്രശ്നം. മൊത്തം കൃഷിഭൂമിയുണ്ട്. ഇവിടെയൊക്കെ എന്താണ് കൃഷി? ഗോതമ്പായിരിക്കുള്ളൂ പ്രധാനപ്പെട്ട കൃഷി. വളരെ പെട്ടെന്ന് ആക്ച്വലി നമ്മൾ വിത്ത് വെതറി പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, അതായത് പെട്ടെന്ന് വളർന്നു വരുന്ന ഒരു ഇതാണ് ഗോതമ്പ് എന്ന് പറയുന്നത്. ഗോതമ്പിന്റെ കൃഷി എന്ന് പറയുന്നത് മീൻസ് ഗോതമ്പ് വളരെ പെട്ടെന്ന് അത് ഇതാവും, വളരും. അധികം സമയം വേണ്ട. ഇപ്പോൾ നമ്മള് എന്താ പറയുക നെൽകൃഷി പോലെ ഒന്നുമല്ല. ഗോതമ്പിന്റെ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്നാണ് അതിന്റെ ആ ഒരു ഇത് കിട്ടുന്നത്, ഫലം കിട്ടുന്നത്. പെട്ടെന്ന് നമുക്ക് കൃഷിയിലെടുക്കാൻ പറ്റുന്ന, പെട്ടെന്ന് എന്താ പറയുന്ന കൊയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഈ ഇതെന്ന് പറയുന്ന. മൊത്തം മോശം റോഡുണ്ടാവും, വലിയ നല്ല റോഡൊന്നുമല്ല, മോശം റോഡാ. ഞാൻ വിചാരിച്ചു കുറച്ച് കഴിയുമ്പോ ഹൈവേ എത്തുമെന്ന് തോന്നുന്നു കേട്ടോ. അല്ലെങ്കിൽ ഹൈവേ പിടിച്ച് പോയാൽ മതിയാണ്. പുറത്തു കൂടെ
അതായത് ഇവിടുന്ന് വന്ന പോലെ തന്നെ ഹൈവേ ഉണ്ട് പൂനെക്ക് പോകണം. ഇത് പക്ഷെ ഉൾറോഡാണ്. ഡീവയിലേക്ക് ഡീവേറ്റ് ആവുന്നു ചോദിക്കണം. കാരണം ഇത് ഭയങ്കര മോശം റോഡാണ്. മാത്രമല്ല ഒരു പരിധിക്കുള്ളിൽ വേഗതയിലോ ഒന്നും നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല.